ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 2 കിലോ ചിക്കൻ ഉണ്ട് ഇതിലിപ്പോൾ. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ നമുക്ക് ഇടാനുണ്ട്. അതിന് മുന്നേ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ. പാനിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളി വറുത്തെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇടണം. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ. ഞാൻ കുറച്ച് ഉള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ ആവണം. കുറച്ച് ഉള്ളി മതി, അത് ബ്രൗൺ ആക്കിയിട്ട് ഈ ബ്രൗണായ ഉള്ളി വന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു തട്ടിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കനിൽ നമുക്ക് മസാലകളൊക്കെ ഇടാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ വന്നിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ വന്നിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. കാശ്മീരി മുളക് പൊടി വന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. കാശ്മീരി ആകുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ഇടുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്, ഉപ്പിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി നമുക്ക് ഇടാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്കുള്ളത് ഗരം മസാല ഉണ്ട്. അപ്പോൾ അതും ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. കുറച്ച് നമുക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗരം മസാലയൊക്കെ ഇടുന്നത്. ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട്, ചെറിയ നാരങ്ങ മതി, അതൊന്ന് പിഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് അതിൻ്റെ നീര് എല്ലാവിടെയും ഇതെത്തുന്ന പോലെ കൊടുക്കുക. പിന്നെ കറുവേപ്പില, മല്ലിത്തലയുണ്ട്, അതും കൂടി ഇതിലിട്ടിട്ട് നമുക്കിത് ഫൈനലായിട്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇങ്ങോട്ട് ഇടാം. നമുക്ക് ഇതിലിട്ട ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് ഇത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ, നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, നല്ലൊരു ബ്രൗൺ കളർ ആവട്ടെ. നമുക്കതിന് ശേഷം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി എന്ന് പറയും, അതും കൂടി ഇതിലിടുന്നുണ്ട്. ഒരു 10-15 എണ്ണം തൊലിച്ചതാണ്, അത് ഇടുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ, പക്ഷേ ടേസ്റ്റ് കൂടും. വലിയ ഉള്ളിയേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ്. പക്ഷെ നമുക്ക് അത്രയും ഉള്ളി ഇടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാനുണ്ട്. അപ്പോൾ ഞാനിതൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് ഇളക്കാൻ. ഇനി ഇതിൻ്റെ പച്ചപ്പെല്ലാം പോകണം കേട്ടോ. ഇതിലൊരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചപ്പുണ്ട്, അത് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, അതുപോലെ കുറച്ച് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ ടീസ്പൂൺ ഉണ്ട്, അതിടുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇടാനുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മസാലകളൊക്കെ ഒരു നന്നായിട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്, തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മളുടെ പേസ്റ്റായിട്ട് ഇത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞത് ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കനാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ചിക്കൻ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേണം കേട്ടോ. അത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തന്നെ ഇളക്കണം. എന്നിട്ട് ഈ
ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1 ടേബിൾ സ്പൂൺ ഉപ്പിടലാണ്. മസാലയിൽ ഉപ്പ് ഇപ്പോൾ പിടിക്കണം. അതുപോലെ നമുക്ക് ഗരം മസാലയുണ്ട്, അതും കുറച്ചിതിലിടണം. നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഗരം മസാല ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാനത് മൂടി തുറന്നൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നുണ്ട്. ആ ബിരിയാണീൻ്റെ കൂടെയാണ് ഈ ചിക്കൻ ടിക്ക ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്.